ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവ മക്കളെ, നോമ്പ് കാലത്ത് നമ്മൾ ഈശോയുടെ ജീവിതത്തെ നാം കൂടുതൽ അടുത്ത് അനുകരിക്കുന്നവരാണ്. ഈശോ കുരിശിൽ കിടന്ന് നമ്മെ പഠിപ്പിച്ച ഒരു വലിയൊരു സത്യം ഇതാണ്: ശത്രുക്കളെ അവൻ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ക്ഷമിക്കുകയാണ്. ഒരു മലമുകളിൽ കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞെങ്കിൽ മറ്റൊരു മലയുടെ മുകളിൽ വെച്ച് കർത്താവ് അത് പ്രാവർത്തികമാക്കി. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒരുപാട് മക്കള് ശത്രുക്കളെ പോലെ കരുതുന്നവരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ശത്രുക്കളായി തോന്നുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് വേദനിക്കുന്ന, നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ട് അവരോട് ക്ഷമിക്കുവാൻ സാധിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾക്കൊരു തടസ്സം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാത്തതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ആരും ശത്രുക്കൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ഈശോ കുരിശിൽ കിടന്ന് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അതിന്നും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റൊലി കൊള്ളേണ്ട ഒരു ദൈവത്തിൻ്റെ വചനമാണ്. ഈശോ മരിച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്റ്റേഫാനോസിനെ മറ്റുള്ളവർ കല്ലെടുത്തെറിയുമ്പോൾ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ, ആ പ്രാർത്ഥിച്ച സമയത്ത് സ്വർഗം തുറക്കപ്പെടുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നത് നമ്മൾ തിരുവചനത്തിലൂടെ കാണുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിച്ചവരോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ച് ആ ഒരു സംഭവം ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദനിക്കാൻ ഇടവരരുത്. അവർ പറഞ്ഞ വാക്കുകൾ, അവർ ചെയ്ത പ്രവൃത്തികൾ നമ്മൾ ഇടയ്ക്ക് ഓർത്തു പോകുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഒരു പോയിന്റ് പോലും വേദനയില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അവരോട് ക്ഷമിച്ചു എന്നുള്ളതാണ്. നാം ക്ഷമിച്ച് ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു. ഈശോയെ, ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേ, ആ വ്യക്തിയുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഈശോ ക്ഷമിക്കുന്നത് പോലെ ഞാനും അങ്ങയോട് ചേർന്ന് ക്ഷമിക്കുന്നു. ഈശോയെ, ആ വ്യക്തിയെ അനുഗ്രഹിക്കണം. അങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമ്മളുടെ മേൽ വർഷിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഓർത്തുകൊണ്ട്, നിങ്ങൾ വേദനിപ്പിച്ചവരെ, സങ്കടപ്പെടുത്തിയവരെ, ചിലപ്പോൾ അവരത് അറിയാതെ ആയിരിക്കാം, അറിഞ്ഞിട്ടായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് അനുഗ്രഹം നമുക്ക് ദൈവം ചൊരിയും. സ്വർഗം നമുക്ക് മുകളിൽ തുറക്കപ്പെടുകയും ചെയ്യും. സ്വർഗം തുറക്കുവാൻ അനുഗ്രഹം ദൈവം ചൊരിയട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മക്കളോ ജീവിത പങ്കാളിയോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഞങ്ങളുമായി എന്തെങ്കിലും അസ്വസ്ഥതയോടെ കടന്നു വരികയും മനസ്സ് വേദനിക്കാൻ ഇടവരികയും ചെയ്താൽ ആ സംഭവത്തെ കർത്താവെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ആ വ്യക്തികളോട് പൂർണ്ണമായിട്ടും ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാൻ, സ്നേഹിക്കുവാൻ ഒരു കുറവും കൂടാതെ ദൈവമേ അവരെ ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കുവാൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകുകയും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ മനസ്സ് ഈ ആരാധനയോടെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. ഇവരോട് പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതില്ല. ഇവരോട് പൊറുക്കേണമേ, ഇവരറിയാതെ ചെയ്തതില്ല. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അഞ്ജന, ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ വിസ തടസ്സം മാറി എൻ്റെ സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഡിസംബർ അവസാനത്തെ വ്യാഴാഴ്ച ഞാനിവിടെ ഏകദിന ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിസ തടസ്സത്തിൻ്റെ കാര്യത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ ധ്യാനം കഴിഞ്ഞ് റോബിൻ അച്ഛനെ കണ്ടായിരുന്നു. റോബിൻ അച്ഛൻ എനിക്കൊരു വചനം തന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് വീണ്ടും അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. പ്രഭാഷകൻ 36:6-7 ഈ വചനം അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് VFSൽ അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള തടസ്സം മാറി. അങ്ങനെ VFSൽ അപ്പോയിൻമെൻറ്റ് ഞാനെടുത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ എനിക്ക് ഈ ജനുവരി 11 പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, വിസ കിട്ടുമോ എന്നുള്ളത്. കാരണം അങ്ങനെ ഒരു തടസ്സം വന്ന കാരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പാസ്പോർട്ട് ചെന്ന് വാങ്ങിച്ചു. അതിലെനിക്ക് വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇത്ര വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് ഒരുപാട് നന്ദി.